ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി കാർത്തികയും ലോയറൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കല്യാണിക്ക് നല്ല സ്വീകരണം കൊടുക്കണമെന്നും കല്യാണിയോട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കണേ അമ്മേ എന്നൊക്കെ നമ്മുടെ കാർത്തിക ലക്ഷ്മിയോട് പറയുവാണ്. അത് കഴിയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നല്ലപോലെ തന്നെ ചെയ്യാമെന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും കിരണ് തന്നെ ആ കൺസ്ട്രക്ഷൻ്റെ പ്രൊജക്റ്റ് കിട്ടുവാണ്. കിരൺ ഒരുപാട് ഹാപ്പി ആവുകയാണ് കേട്ടോ. എന്നിട്ട് അവർ പോയി കഴിയുമ്പോഴത്തേക്കും ക്രിസ്റ്റീനോട് പറയുവാണ്, ഒരുപാട് നഷ്ടങ്ങൾ വന്നിരിക്കുന്ന സമയത്താണ് ക്രിസ്റ്റീന കാരണം ഇങ്ങനെ ഒരു ഓഫർ കിട്ടി, അതിന് എന്തായാലും താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. മാർജിൻ്റെ പ്രോഫിറ്റിൻ്റെ 1% എന്തായാലും ക്രിസ്റ്റീനയ്ക്ക് ഉള്ളതാണെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം ക്രിസ്റ്റീന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാർ, എനിക്കതൊന്നും വേണ്ട, സാലറി തന്നെ തന്നാൽ മതി, അത് തന്നെ ധാരാളം, അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ കിരൺ ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് കിരൺ പറയുകയാണ്, എന്നാലും തനിക്ക് അർഹതപ്പെട്ടതല്ലേ തരുന്നേ, കൈക്കൂലിയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ്റ്റീന കിരണിനെ സോപ്പിട്ട് വരാണ്, സാറ് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ ഞാനതിൽ നിന്ന് ഒരു ലാഭം എടുക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് കിരൺ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അതേസമയത്ത് നമ്മുടെ കല്യാണിയാണെങ്കിൽ കിരണിനെ കുറേ തവണ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞിട്ടും കിരൺ ഫോണൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഫോണിങ്ങനെ ഓഫായതുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ ക്രിസ്റ്റീനയുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്ന കല്യാണിക്ക്, കിരൺ സാർ ഒരു അത്യാവശ്യം മീറ്റിങ്ങിലാണ്, അതുകൊണ്ട് ഫോൺ ഓഫാന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ക്രിസ്റ്റീന പെട്ടെന്ന് നിന്ന് കിരണിനോട് പറയാണ്, ഇങ്ങനെ കല്യാണി എന്ന് പറയുന്ന സാറിൻ്റെ വൈഫല്ലേ, വിളിച്ചായിരുന്നു, പക്ഷേ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനത് കട്ടാക്കി വിട്ടു, ഇപ്പോഴാണ് പറയാൻ ഓർത്തതെന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയാണ്, എന്തായാലും കുഴപ്പമില്ല, എന്തൊക്കെ പ്രശ്നമാണെങ്കിലും കല്യാണി വിളിച്ചാൽ മാത്രം ഇങ്ങനെ കട്ടാക്കരുതെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കല്യാണിയോട് നടന്ന കാര്യമൊക്കെ പറയുവാണ് കിരൺ. അപ്പം നമ്മുടെ കിരണിനോട് കല്യാണി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അത്യാവശ്യം മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അങ്ങനെയല്ല മോളെ, എന്താണേലും നീ കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കല്യാണീനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ കല്യാണി കേക്ക് തന്നെ ക്രിസ്റ്റീനോട് പറയുവാണ്, എന്തായാലും ഇപ്പം പറ്റിയത് പറ്റി, ഇനി ഒരിക്കലും കല്യാണിയുടെ കോള് മാത്രം കട്ടാക്കി വിടരുത്, എന്നുണ്ടെങ്കിലും അത് എന്നോട് അപ്പം തന്നെ പറയണമെന്ന് പറയുവാണ്. എന്നിട്ട് കല്യാണി പറയുന്നുണ്ട്, അത് അവിടെ വഴക്കൊന്നും പറയണ്ട, പുതിയ കൊച്ചല്ലേ, അവൾക്ക് അറിയത്തില്ലായിരിക്കും എന്ന് പറയുമ്പോൾ കിരണും തലയാട്ടുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, മഹിളാരത്നത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അതിന് എന്നെ വിളിച്ചിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്താന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്, എനിക്ക് നിൻ്റെ കൂടെ വരണം, നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ക്രിസ്റ്റീന ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് വലിയ പാടായിരിക്കുമല്ലോ ഇതുങ്ങളെ പിരിക്കാമെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് രാഹുൽ പറയുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ അവൾ വരും, എങ്ങനെയും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്റ്റീന പറയുന്നുണ്ട്, 3 മാസത്തെ സമയമാണ് ഞാൻ ചോദിച്ചത്, 3 ദിവസം കൊണ്ട് അവരെ പിരിക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ക്രിസ്റ്റീന ഇന്ന് കമ്പനിയിൽ നടന്ന കാര്യങ്ങളും കിരൺ ഇമ്പ്രസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് കിരണിൻ്റെ ബലഹീനത എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് രാഹുലിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാണ് കേട്ടോ, കല്യാണിയുടെയും കിരണിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എന്തായാലും വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്റ്റീന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കാർത്തികേനെയാണ്. കാർത്തികയും പ്രകാശനും കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പം കാർത്തിക പറയുന്നുണ്ട്, അമ്മ വലിയ താമസിക്കാതെ വരണം, അച്ഛനെ കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രകാശം ചോദിക്കുന്നത് ശരിയാണോ എന്നറിയത്തില്ല മോളെ, പക്ഷേ അച്ഛനും അമ്മയും ഒരു രജിസ്റ്റർ വിവാഹമെങ്കിലും കഴിക്കുന്നത് അത് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ്, ഞാനത് അച്ഛനോട് അങ്ങ് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു, എന്തായാലും അത് ഉറപ്പായിട്ടും വേണം, അച്ഛൻ മേടിച്ചു കൊടുത്ത സാരി നോക്കിയിട്ടാണ് അമ്മയിൽ നിന്നല്ല എപ്പോഴും രാവിലെ എഴുന്നേക്കുന്നത്, അത് അമ്മയ്ക്ക് ജീവനാണ്, അപ്പം അച്ഛനെ എത്രത്തോളം ജീവനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. എന്നാലും ഇതൊക്കെ ശരിയാണ്, പക്ഷേ വിക്രത്തിൻ്റെ സമ്മതം മേടിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയുകയാണ്, അത് നേരാ, ഞാൻ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നു, അതും അവൻ്റെ ജീവിതം ഇങ്ങനെ പോയി കല്യാണമൊന്നും കഴിക്കാണ്ടിരിക്കുമ്പം അതെന്തായാലും ശരിയല്ല, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, അവന് എതിർപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പ്രകാശൻ നേരെ ചെന്ന് വിക്രത്തിനോട് സംസാരിക്കുവാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛൻ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണോ, ഞാനത് എന്തായാലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും പ്രകാശനാകെ ഞെട്ടിത്തെറിച്ച് ഇനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന പ്രകാശനെ നോക്കി ചിരിച്ചിട്ട് പെട്ടെന്ന് വിക്രം പറയാണ്, ഇത് ഞാൻ അച്ഛനോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, എനിക്കൊരു 2ാം അമ്മയെ തന്നുകൂടെയെന്ന്, എൻ്റെ സ്വന്തം അമ്മ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവർക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, ഞാൻ നശിച്ചു പോകണമെന്ന് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ, ഞാൻ ആ ജയിലിൽ കിടന്നപ്പോൾ ഒരു തവണ പോലും അവരെന്നെ കാണാൻ വേണ്ടി വന്നിട്ടില്ല, ഇങ്ങനൊരു അമ്മയെ കിട്ടുന്നത് ഭാഗ്യം മാത്രമല്ലല്ലോ, കാശിൻ്റെ കാര്യം കൂടെയൊക്കെ ഓർത്തിട്ട് വിക്രത്തിന് 100 വട്ടം സമ്മതം എന്നൊക്കെ പറയുവാണ്.
അത് കേൾക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പ്രകാശനൊന്ന് ശ്വാസം വിടുന്നത്. പ്രകാശനും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന പ്രകാശനെയും വിക്രത്തിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.